അന്ന് എസ് എ ഡാങ്കെ, ADB വായ്പ, നാലാം ലോകം റിച്ചാർഡ് ഫ്രാങ്കി എന്നൊക്കെ കേട്ടെങ്കിൽ ഇന്ന് ആസക്തിക്കാരൻ പെണ്ണുപിടിയൻ സെക്രട്ടറി, ആർത്തിക്കാരന് കാശുണ്ടാക്കാൻ കെട്ടവഴികൾ ലഹരി മാഫിയ, ബ്ലാക്ക് മെയിലിംഗിൽ ശേഖരിക്കുന്ന അശ്ലീല വീഡിയോ നാറ്റക്കേസാണ്. അതിനെ ഫ്രാക്ഷനിസം എന്ന് പറയരുത്. കെട്ടിക്കിടന്ന് പുളിച്ചാർത്ത ജീർണത കൊടിയ നാറ്റത്തോടെ പൊട്ടിയൊലിക്കലാണ്. ആ റിസോർട്ട് മുതലാളി ബന്ധവും RSS പ്രഭാരി ക്ഷണിച്ചിരുത്തലും തെറ്റല്ലാതായ CPM കാലത്ത് പണ്ടേ പറഞ്ഞതാണ്. ഇടതു രാഷ്ട്രീയം മറന്നുള്ള ഈ പോക്ക് ഒരു പോക്കെന്ന് അടിച്ചു കിട്ടിയ ചാപ്പയാണ് ഇടതുവിരുദ്ധ മാപ്ര. ഒരു മാധ്യമപ്രവർത്തകരുടെ ചുണ്ടിലെ ചായം നോക്കി രാഷ്ട്രീയം പറഞ്ഞ വിജയരാഘവന്റെ നിലവാരം കുറഞ്ഞ വർത്താനം കേട്ടാലും പറയാതിരിക്കാവുന്നതാണോ? ആഴത്തിൽ തിരുത്തില്ലെങ്കിൽ, വർഗ്ഗരാഷ്ട്രീയത്തിലേക്ക് മടക്കമില്ലെങ്കിൽ വിജയനും ഗോവിന്ദനും ചേർന്ന് ഓടിക്കുന്നത് ഈ ചെങ്കൊടി പാർട്ടിയുടെ അവസാനത്തെ റീലാണ്. ആ പരമനാശത്തിന്റെ വഴിക്കറ്റം ബംഗാളാണ്, തർക്കം വേണ്ട. ഇന്നലെ വരെ വിളിച്ച മുദ്രാവാക്യങ്ങളെ കഴുത്തറത്ത് കൊന്ന് കുഴിച്ചിട്ട് ആ മുദ്രാവാക്യങ്ങളുടെ 16 അടിയന്തരം പോലും കാക്കാതെ കാവിക്കൊടി പിടിച്ച മധു മുല്ലശ്ശേരിമാർ പാർട്ടി കേഡർ ആസന്ന പതനത്തിന്റെ ദുരന്ത സൂചിക. പ്രത്യയശാസ്ത്രം പറയുന്ന MV ഗോവിന്ദ, നിങ്ങൾ അവർക്ക് കൊടുത്ത പാർട്ടി ക്ലാസ് എന്താണ്? കഷ്ടപ്പെട്ടത് വെറുതെ നിർത്തി അവമാനിക്കുവാണെന്ന് മധു മുല്ലശ്ശേരി കേൾക്കാമോ? ഇൻട്രോ എന്തോ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു സാറിന്. സാർ അവിടെ പോവാണെന്ന് തോന്നുന്നു.